100 ദിവസം തികക്കില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന മത്സരാർത്ഥികളുടെ പേരുകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതോടൊപ്പം ടോപ്പ് 5ഉം ഞാൻ വേണമെങ്കിൽ പറയാം. ടോപ്പ് 5 എന്ന് പേരെടുത്ത് പറയാൻ പറ്റുന്ന കിഡിലോസ്കി ഗെയിമേഴ്സ് ഈ സീസണിൽ ഇല്ല എന്നതാണ് ഇതിന്റെ അകത്ത് ഒരു യാഥാർത്ഥ്യം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ജിൻഡോ, ജാസ്മിൻ, സിജോ ഇവരെ 3 പേരെയും മാറ്റി നിർത്തിയാൽ ആരും അത്ര സ്ട്രോങ് പ്ലെയേഴ്സ് അല്ല എന്നതാണ് ഈ സീസണിന്റെ ഒരു വലിയ പരാജയം. ആവറേജ് അതിന് മുകളിലോ നിൽക്കുന്ന ആളുകളാണ് ഇപ്പൊ ആ വീട്ടിലുള്ളത്. രതീഷ്, റോക്കി, സിബിന്, ഗബ്രി, റസ്മിൻ, അപ്സര, അൻസിബ ഇവരൊക്കെ പുറത്തായവരാണ്. അകത്തുള്ളതോ ശ്രീതു അക്ക, നോറ, സായി, നന്ദന ഒക്കെയാണ്. ഇവരൊന്നും ടോപ്പ് 10 പോലും നിൽക്കാൻ യോഗ്യതയില്ലാത്തവരാണ്. പക്ഷെ അവർ എത്തിപ്പെട്ടു, കാരണം സ്ട്രോങ് പ്ലെയേഴ്സ് എല്ലാവരും പുറത്തായി. നമുക്ക് എന്തായാലും ലിസ്റ്റിലേക്ക് പോവാം. ആദ്യത്തെ പേരാണ് നന്ദന. നന്ദന അവിടെ കളിക്കുന്ന ഒരു അനിയത്തിക്കുട്ടി ഗെയിമാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട്, ആങ്ങളമാരാൽ ചുറ്റപ്പെട്ട് വട്ടം കറങ്ങുന്ന ഒരു കാന്താരിയായ പാവം അനിയത്തിക്കുട്ടി. സ്വന്തമായിട്ട് ഒരു ഗെയിം വേണം ബിഗ് ബോസിനകത്ത്, ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം. പിന്നെ വേറുള്ളവരുടെ തീരുമാനത്തിൽ നമ്മുടെ തീരുമാനവും നിലപാട് മുങ്ങിപ്പോവാതെ നോക്കണം. പിന്നെ പറയാനുള്ളത്, നന്ദനയ്ക്ക് ഇതുവരെ ഒരു ആക്റ്റീവ് ഫാൻ ബേസ് ഇല്ല. നന്ദനയെ കൊണ്ട് അത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിജോയുടെ കുറെ വോട്ട് കിട്ടുമായിരിക്കും, പക്ഷെ അതുകൊണ്ടൊന്നും ഈ ആഴ്ച രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടിക്കറ്റ് ഫിനാലെ കിട്ടാനും സാധ്യത വളരെ കുറവാണ് ആസ് ഓഫ് നൗ. അപ്പൊ നന്ദന 100 ദിവസം തികയ്ക്കാതെ പുറത്താവാൻ സാധ്യതയുള്ളൊരു മത്സരാർത്ഥിയാണ്. അടുത്ത പേരാണ് സായി കൃഷ്ണ. സായിക്ക് വോട്ട് കൊടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സിജോയെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകൾ, അവരുടെ പോസ്റ്റ് ഒക്കെ ഞാൻ കണ്ടിരുന്നു. അവരുടെ സപ്പോർട്ട് കിട്ടി ഈ ആഴ്ച രക്ഷപ്പെട്ടാലും അടുത്ത ആഴ്ച എല്ലാവരും നോമിനേഷനിൽ വരുന്ന സമയത്ത് സായി സേവ് ആവില്ല. കാരണം സായിയുടെ കോൺട്രിബ്യൂഷൻസ് അത്രയധികം കുറവാണ്. സായി കൃഷ്ണ എന്ന കണ്ടസ്റ്റന്റിന്റെ വോട്ടുകൾ ഉറപ്പായിട്ടും അടുത്ത ആഴ്ച ഇടിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല ഹൈപ്പോടെയാണ് സായി വൈൽഡ് കാർഡായിട്ട് വന്നത് 28ാമത്തെ ദിവസം. അന്ന് മുതൽ ഇന്ന് വരെ ഹൈപ്പിനോട് നീതി പുലർത്താൻ പോയിട്ട് ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് അനങ്ങി ഗെയിം കളിക്കാൻ പോലും സായിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടുമില്ല. ഗെയിം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്ലാനിങ് അല്ല, ഒഫൻഡ് ചെയ്ത് ഫൈറ്റ് ചെയ്തുള്ള ഗെയിമിനെയാണ് ഞാൻ ഗെയിമായിട്ട് കണക്കാക്കുന്നത്. ഒരു രീതിയിലും ഈ ഷോയ്ക്ക് വേണ്ട എലമെന്റുകൾ ഇല്ലാത്തൊരു മനുഷ്യൻ. സോറി ടു സേ, നോട്ട് അറ്റ് ഓൾ എ BB മെറ്റീരിയൽ. അയ്യോ എന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടേ, ഞാനൊരു ഹാപ്പി സോൾ ആണ്, കണ്ണനാണ് എന്നൊക്കെ പറഞ്ഞിരിക്കാനാണെങ്കിൽ പൈസ കൊടുത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ വെച്ച് പിടിക്കുസായി. അവിടെ സമാധാനത്തോടെ ജീവിക്കാം, ക്യാമറയോ ഫോണോ ഒന്നും ഇല്ലാതെ. ബിഗ് ബോസിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഗെയിം കളിക്കണം. അത് ഫോൺ അഡിക്ഷൻ മാറ്റാനുള്ള ഒരു സ്ഥലമല്ല. അത് സായി ആദ്യം മനസ്സിലാക്കണം. ഗെയിം കളിക്കാത്തവരെ പുറത്താക്കണം എന്ന് തന്നെ പ്രേക്ഷകരും പറയും. അതാണ് സായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 3ാമത്തെ പേരാണ് നോറ. നോറ പുറത്താവാൻ 50-50 സാധ്യതകളേ ഉള്ളൂ. അത് ആദ്യം തന്നെ പറഞ്ഞേക്കാം. നോറ തുടക്കം മുതൽ കളിച്ചു വന്ന ഗെയിം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സെന്റ് ട്രാക്ക്, കരച്ചില്, ചീവീട് ലെവലിലുള്ള ശബ്ദമുണ്ടാക്കല്, കലവില, പൊട്ടിത്തെറിക്കല്, വെറുപ്പിക്കല്, ഇതൊക്കെയായിരുന്നു നോറയുടെ ഒരു ട്രാക്ക് തന്നെ. നോറയുടെ ഈ ഒരു ട്രാക്ക് കാരണം തന്നെ ആരും നോറയെ അധികം അടുപ്പിച്ചിട്ടില്ല. ഗ്രൂപ്പുകളെ ഇല്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് കളിച്ചു. പക്ഷെ അപ്പോഴും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സിന് സാധാരണ കിട്ടുന്ന ഒരു സപ്പോർട്ടിന്റെ പകുതി പോലും നോറയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അത് ഈ പറഞ്ഞ പോലെ വെറുപ്പിക്കൽ സ്ട്രാറ്റജി കാരണമാണ്, നെഗറ്റീവ് ഗെയിമിന്റെ എക്സ്ട്രീം ലെവൽ കാരണമാണ്. അതുകൊണ്ടൊക്കെ തന്നെ നോറ 100 ഡേയ്സ് തേക്കാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊക്കെ നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നതാണ് കേട്ടോ. ഹാഫിസ് അണ്ണന്റെ പ്ലാൻ നമുക്ക് അറിയത്തില്ല. നോറ പുള്ളിക്കൊക്കെ ചിലപ്പോൾ ഒരു ടോപ്പ് 2 മെറ്റീരിയലൊക്കെ ആയിരിക്കാം. എനിക്ക് എന്തായാലും അല്ല, ടോപ്പ് 10 പോലും നിൽക്കാൻ ഡിസേർവിങ് അല്ല നോറ. 4ാമത്തെ പേരാണ് ശ്രീതു. ശ്രീതുവിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അൻസിബ പുറത്തായ ദിവസം. അത് കണ്ടവർക്കറിയാം. അതിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ശ്രീതുവിന്റെ തമിഴ് കലർന്ന മലയാളം വരെ ഉടായ്പാണ് എന്നൊക്കെ എനിക്കിപ്പോ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ പോലും ശ്രീതു ഒരു മികച്ച ഗെയിമറൊന്നും അല്ല. സേഫ് കളി കളിച്ച് നോമിനേഷനിൽ വരാതെ രക്ഷപ്പെട്ട് ഇവിടം വരെ എത്തി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഈ ആഴ്ച സേവ് ആവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സേവ് ആയേക്കാം, കാരണം അർജുൻ നോമിനേഷനിൽ ഇല്ല. എന്തായാലും ശ്രീതുവിനെ ഞാൻ ടോപ്പ് 5ലോ ടോപ്പ് 6ലോ ഒന്നും നോക്കി കാണുന്നില്ല. 100 ദിവസം തികയ്ക്കാതെ ശ്രീതു പുറത്താവും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ആര് പുറത്തായില്ലെങ്കിൽ ശ്രീതു പുറത്താവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതായിരുന്നു 100 ദിവസം തികയ്ക്കില്ല എന്ന് എനിക്ക് തോന്നിയ 4 പേരുടെ ഒരു ലിസ്റ്റ്. ഇതിങ്ങനെ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. ഷോക്കിംഗ് ആയിട്ടുള്ള എവിക്ഷൻ നടന്നേക്കാം ചിലപ്പോൾ. നോറ ടോപ്പ് 5ൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ അഭിഷേക് ടിക്കറ്റ് ഫിനാലെ നേടി ടോപ്പ് 5ൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞാനിപ്പോൾ ഇവിടെ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. കാരണം അഭിഷേക് സ്കോർ നിലയിൽ ബഹുദൂരം മുന്നിലാണ്. 100 ദിവസം തികയ്ക്കാതെ പുറത്താവുമെന്ന് കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്നത് നന്ദന, സായി, ശ്രീതു എന്നിവരെയാണ്. ഈ 3 പേരെയാണ് പറയാൻ പറ്റുന്നത്. നോറയുടെ കാര്യം എനിക്ക് ഒരു പിടുത്തമില്ല. ചിലപ്പോൾ 100 ഡേയ്സ് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നോറയെ. ഇത്രയുമായിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.